ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2025 PSC നടത്തിയ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ പോവാണ്. എക്സാംസ് എല്ലാം അടുത്ത സ്ഥിതിക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത്? പെടാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്: ചെമ്മീൻ, ആരൽ, അതുപോലെ തിരണ്ടി, സക്കർ ഫിഷ്. ഈ 4 ആൻസർ ആയിട്ട് വരുന്നത് ചെമ്മീനാണ്. നമ്മുടെ ജന്തുക്കളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ മൊത്തം 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്: വെർട്ടിബ്രേറ്റ്സും ഇൻവെർട്ടിബ്രേറ്റ്സും. വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് നട്ടലുള്ള ജീവികളും നട്ടലില്ലാത്ത ജീവികളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെമ്മീൻ എന്ന് പറയുന്നത് ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്ന നട്ടലില്ലാത്ത ജീവി വിഭാഗത്തിൽ പെടുന്നതാണ്. ബാക്കി എല്ലാവർക്കും നട്ടലുള്ള ഫിഷസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഇവിടെ ചെമ്മീനാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ 60 പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഏതാണ് ആൻസർ? ചൈനയാണ് ആൻസർ കേട്ടോ. ചൈനയാണ്. വിക്ഷേപിച്ച തീയതി എന്ന് പറയുന്നത് 2020 നവംബർ 6-ാം തീയതിയാണ് വിക്ഷേപിക്കുന്നത്. 2020 നവംബർ 6-ാം തീയതിയാണ് വിക്ഷേപിക്കുന്നത്. ലോങ് മാർച്ച് 6 റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ വിക്ഷേപണം നടത്തുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആകാശത്തിലെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപ്പോൾ ആകാശം നീല നിറത്തിൽ കാണാൻ ഇടയായ പ്രതിഭാസം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വിസരണമാണ് കേട്ടോ. വിസരണം. അപ്പോൾ എന്താണ് വിസരണം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ സൂര്യപ്രകാശത്തിൽ മൊത്തം 7 നിറങ്ങളുണ്ട് അല്ലേ? നമ്മൾ ഒരു കോഡ് ഉപയോഗിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വിബ്ജിയോർ എന്ന് പറയില്ല, വിബ്ജിയോർ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും തരംഗദൈർഘ്യം കൂടി വരികയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ വയലറ്റിനാണ് ഏറ്റവും തരംഗദൈർഘ്യം കുറവ്, റെഡിനാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം. അപ്പോൾ സൺലൈറ്റ് വരുന്ന സമയത്ത് ഈ ലൈറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പൊടിപടലങ്ങളിൽ തട്ടിയിട്ട് തരംഗദൈർഘ്യം കുറഞ്ഞവ എന്ത് സംഭവിക്കും? അത് അവിടെ തന്നെ സ്പ്രെഡ് ആയി പോവുകയാണ് ചെയ്യാം. തരംഗദൈർഘ്യം കൂടിയിട്ടുള്ളവർ സ്പ്രെഡ് ആകുന്നില്ല, എന്നാൽ തരംഗദൈർഘ്യം കുറഞ്ഞ ലൈറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? സ്പ്രെഡ് ആവും. അതാണ് വിസരണം എന്ന് പറയുന്നത്. അപ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞത് കണ്ടോ? വയലറ്റ്, ഇൻഡിഗോ, അതുപോലെ ബ്ലൂ, ഈ റേഞ്ചിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ സ്കൈയിൽ വെച്ചിട്ട് തന്നെ എന്താവുകയാണ്? സ്പ്രെഡ് ആവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്. ഇനി ഇതേപോലെ തന്നെ വിസരണത്തിന് മറ്റൊരു നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിളാണ് സൺറൈസ് സമയത്തും സൺസെറ്റ് സമയത്തും നമ്മുടെ സൂര്യൻ നല്ല ഓറഞ്ച് കളറിൽ കാണപ്പെടും അല്ലേ? അതും വിസരണത്തിന് എക്സാമ്പിളാണ്. അവിടെ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തരംഗദൈർഘ്യം കൂടിയ റെഡ്, ഓറഞ്ച്, യെല്ലോ ഈ ലൈറ്റുകൾ എന്താണ്? വിസരണം സംഭവിക്കാതെ നമ്മുടെ കണ്ണുകളിലേക്ക് അവർക്ക് ദൂരെ സഞ്ചരിക്കാൻ പറ്റും. തരംഗദൈർഘ്യം കൂടിയവയല്ലേ, അവർക്ക് ദൂരത്തേക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ അവർ ദൂരത്തേക്ക് സഞ്ചരിച്ചിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യനെ ഏർലി മോർണിംഗ് എന്തായിട്ട് കാണുന്നത്? റെഡ് കളറും ഓറഞ്ച് കളറൊക്കെ ആയിട്ട് കാണുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാമാണ്? ഒന്നാമത്തത് ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശരിയായവ. ഓക്കെ, അർജന്റീന 3ാമതും കപ്പ് നേടി. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് 3ഉം ശരിയാണ്. 1, 2, 4 ആണ് ശരി. ഇപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി. 1, 2, 4 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇവിടെ അർജന്റീന 3ാമതും കപ്പ് നേടി പറയുന്നുണ്ട് അല്ലേ? അർജന്റീന മൊത്തം 3 തവണ കപ്പ് നേടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് കൊല്ലം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 1978 കപ്പ് നേടിയിട്ടുണ്ട്, 1986, അതേപോലെ തന്നെ നമ്മുടെ 2022. ഇങ്ങനെ 3 വർഷങ്ങളിലാണ് അർജന്റീന കപ്പ് നേടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. കേരളത്തിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? അല്ലെ, റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ചിട്ട് പഠനം നടത്തുന്ന ഏജൻസി ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അനേർട്ട് ആണ് കേട്ടോ. അനേർട്ടിന്റെ ഫുൾ ഫോം ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? അപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് വില്ലോ മരം വെച്ചിട്ടാണ് കേട്ടോ. വില്ലോ മരത്തിന്റെ തടി വെച്ചിട്ടാണ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു തടിയാണ് വില്ലോ മരത്തിനുള്ളത്. പക്ഷേ എന്നാൽ കൂടെ എന്താണ്, നല്ല ഫോഴ്സിൽ ബോൾ വന്ന് തട്ടുമ്പോൾ ആ ബാറ്റിന് ഒന്നും സംഭവിക്കില്ല. അത്രയും ഫോഴ്സിനെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ശേഷി ആ ഒരു തടിക്കുണ്ട്. അതാണ് ആ വില്ലോ മരത്തിന്റെ തടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി നമുക്കറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ് ലോട്ടറി ആരംഭിച്ചത്. എന്നാണെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ലോട്ടറി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് 1967ലാണ്. 1967 PK കുഞ്ഞ് സാഹിബാണ് ലോട്ടറി വകുപ്പ് ആരംഭിക്കുന്നത് കേട്ടോ. PK കുഞ്ഞ് സാഹിബാണ് ലോട്ടറി വകുപ്പ് ആരംഭിക്കുന്നത്. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലക്രമത്തിൽ പട്ടികപ്പെടുത്തുക. നമുക്ക് ഒന്ന് നോക്കാം, അതിന്റെ വർഷങ്ങളൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം ക്വിറ്റ് ഇന്ത്യ എന്നാണ് നടക്കുന്നത്? 1942ലാണ് ക്വിറ്റ് ഇന്ത്യ വരുന്നത്. ചൗരി ചൗര സമരം എന്നാണ്? 1922ലാണ് ചൗരി ചൗര, ഫെബ്രുവരി 5-നാണ്. ഇനി ചമ്പാരൻ സത്യാഗ്രഹം എപ്പോഴാണ്? 1917ലാണ് ചമ്പാരൻ. ഇനി നിസ്സഹരണ പ്രസ്ഥാനം വരുന്നത് എപ്പോഴാണ്? 1920 നിസ്സഹരണ പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ കാലക്രമണത്തിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം വരിക 2 പിന്നെ വരുന്നത് ഏതാണ്? പിന്നെ വരുന്നത് 4, പിന്നെ 3, പിന്നെ 1. അപ്പോൾ 2, 4, 3, 1 ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ കിടക്കുന്നില്ല. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോയിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗം എന്നാണ് ചോദ്യം. ഏതാണ്? മഞ്ഞപ്പിത്തമാണ് ആൻസർ കേട്ടോ. സി, മഞ്ഞപ്പിത്തമാണ് ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗം എന്ന് പറയുന്നത്. ഈ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ പണ്ടെപ്പോഴോ PSC ക്ലാസ്സിൽ പോകുമ്പോൾ പഠിച്ചൊരു കോഡുണ്ട്. ആ കോഡ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. LDC പരീക്ഷ താജ് ഹോട്ടലിൽ, LDC പരീക്ഷ താജ് ഹോട്ടലിൽ, ഇതാണ് കോഡ് എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോരോ രോഗങ്ങളാണ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെപ്റ്റോപൈറോസിസ് ആണ്, എലിപ്പനി, ലെപ്റ്റോപൈറോസിസ്, അത് ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. അതേപോലെ D എന്ന് പറഞ്ഞാൽ ഡിസെൻട്രി ആണ്. C എന്ന് പറഞ്ഞാൽ കോളറയാണ്. ഇപ്പൊ തന്നെ 3 കിട്ടിയില്ലേ? ലെപ്റ്റോപൈറോസിസ്, ഡിസെൻട്രി, കോളറ. ഇനി പരീക്ഷയിലെ പ എന്ന് പറയുന്നത് പോളിയോ ആണ്. ഇനി താജിലെ T എന്ന് പറയുന്നത് ടൈഫോയിഡ് ആണ്. A എന്ന് പറയുന്നത് അമീബിയാസിസ് ആണ്, വയറുകടി, അമീബിയാസിസ്. J എന്ന് പറയുന്നത് ജോണ്ടിസ് ആണ്. അതുപോലെ ഹോട്ടലിലെ H എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ് കേട്ടോ. ഇതെല്ലാം ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഈ കോഡ് പഠിച്ചു വയ്ക്കുക, അപ്പോൾ ഈസി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇപ്പൊ തന്നിരിക്കുന്നതിൽ ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവയാണ്, ഗോവ. അടുത്തത്, ബാരാലാച്ചില ചുരം സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ്? ബാരാലാച്ചില ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ബാരാലാച്ചില ചുരം വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മേഘാലയ ഈ 3 കുന്നുകൾ നമ്മൾ പഠിക്കുന്നില്ലേ? ഖാരോ, കാസി, ജയന്തിയ. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടക്കുന്നത്? എന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്നത്? K. കേളപ്പനാണ് നേതൃത്വം നൽകിയത്. അതേപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ആരാണ്? AK ഗോപാലനാണ് വോളണ്ടിയർ ക്യാപ്റ്റൻ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു എന്നാണ്? ആഭ്യന്തര വകുപ്പാണ് ചോദിക്കുന്നത്. അപ്പൊ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി നമുക്ക് ഓരോരുത്തർ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് അബുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കേട്ടോ. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അടുത്തത് ഭീം റാവു രാംജി അംബേദ്കർ, BR അംബേദ്കർ. BR അംബേദ്കർ എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയാണ് BR അംബേദ്കർ. ഇനി അടുത്തത് ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ് എന്ന് പറയുന്നത് ആദ്യ പ്രതിരോധ മന്ത്രിയായിരുന്നു ബൽദേവ് സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? അപ്പോൾ 1931 ആരംഭിച്ചത് യങ് ഇന്ത്യ ആണ് കേട്ടോ. യങ് ഇന്ത്യ, യങ് ഇന്ത്യ. ഇനി ദി ഒപ്പീനിയൻ എന്ന് പറയുന്നതും ഗാന്ധിജിയുടെ തന്നെ മാസികയാണ്. ദി ഒപ്പീനിയൻ അഥവാ ഇന്ത്യൻ ഒപ്പീനിയൻ വരുന്നത് 1904 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഗാന്ധിജി 1933 മറ്റൊരു പത്രം ഇറക്കുന്നുണ്ട്. അതാണ് ഹരിജൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത് ജെയിംസ് അഗസ്റ്റ് സിക്കിയുടെ പത്രമാണ്. ഇനി അൽ ഹിലാൽ എന്ന് പറയുന്നത് നമ്മുടെ മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രമാണ് കേട്ടോ. ഇവിടുത്തെ ആൻസർ യങ് ഇന്ത്യ. അടുത്തത്, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ് അങ്ങനെ പറയുന്നത്? ഓപ്ഷൻ ബി ഏതാണ്? ആർട്ടിക്കിൾ 14 പറയുന്നത് കേട്ടോ. 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റ് ആർട്ടിക്കിൾസും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19 പറയുന്നത് സംസാരിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് നമ്മുടെ ആർട്ടിക്കിൾ 19. ഇനി അതുപോലെ തന്നെ ആർട്ടിക്കിൾ 5 പറയുന്നത് പൗരത്വത്തെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 5. അതേപോലെ ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയാകുന്നത്? എന്നാണ് ആകുന്നത്? 1904 ആകുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 1804, 1804 ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏലമല അല്ലെ കാർഡമം കുന്ന് എന്ന് പറയുന്നത്. അത് ആക്ച്വലി 2 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ്. നമ്മുടെ കേരളവും തമിഴ്നാട്ടിലും. അതിൽ ഏറ്റവും കൂടുതൽ ഭാഗം വരുന്നത് കേരളത്തിലായതുകൊണ്ട് ഇവിടുത്തെ ആൻസർ കേരളമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ്? നാഥുല സിക്കിമിലാണ്. സിക്കിമിനെ ടിബറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ചുരമാണ് നാഥുല ചുരം. അപ്പോൾ ചുരത്തിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ചുരം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഈ ആലുവ സർവ്വമത സമ്മേളനം ഇതൊക്കെ കേട്ടാൽ തന്നെ നമ്മുടെ ആൻസർ എവിടെ വരും? ശ്രീനാരായണ ഗുരുവാണ് ആ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സവർണ്ണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ് സവർണ്ണ ജാഥ സംഘടിപ്പിക്കുന്നത്? അത് നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ആ ജാഥ എവിടെ നിന്നായിരുന്നു? ആ ജാഥ വൈക്കത്ത് നിന്ന് തുടങ്ങി ട്രിവാൻഡ്രത്തിലേക്കായിരുന്നു ആ ഒരു ജാഥ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നായിരുന്നു വൈക്കം സത്യാഗ്രഹം? 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്താൽ തടാകം സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം. ലോക്താൽ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഏതാണ് ചലിക്കുന്ന ദേശീയോദ്യാനം എന്ന് പറയുന്നത്? കേബിൾ ലഞ്ചാവോ ആണ് കേട്ടോ. കേബിൾ ലഞ്ചാവോ. ഇത് എവിടെ വരുന്നത്? സ്ഥലം എവിടെയാണ്? മണിപ്പൂരിലാണ്. അപ്പോൾ മണിപ്പൂരിലാണ് ഈ ലോക്താൽ തടാകം വരുന്നത്. അവിടെ ഉള്ള ഒരു ചലിക്കുന്ന ദേശീയോദ്യാനമാണ് കേബിൾ ലഞ്ചാവോ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പോയിന്റ് കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന സംഗായ് മാനുകൾ കാണപ്പെടുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സംഗായ് മാനുകൾ കാണപ്പെടുന്നത് ഈ കേബിൾ ലഞ്ചാവോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്രാവിഡ ശൈലിയാണ് കേട്ടോ. ദ്രാവിഡ ശൈലി. 25, മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്?
നോക്കാം. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സംയോജക സീമകളിൽ ശിലാമണ്ഡലം ഫലകങ്ങളുടെ സമ്മർദ്ദത്താൽ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. തെറ്റാണ് കേട്ടോ, തെറ്റാണ്. ഇനി വിയോജക സീമകൾ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവം രൂപം കൊള്ളുന്നു. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ ഛേദക സീമകളുടെ ശിലാമണ്ഡലം ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിതയാര്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്ന 3ാമത്തെ വനിത കൂടിയാണ് ക്ലോഡിയ ഗോൾഡിൻ. ഇനി അടുത്തത്, ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ള ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? തഞ്ചാവൂരിലെ പ്രശസ്ത ക്ഷേത്രം? നമ്മുടെ ബൃഹദീശ്വര ക്ഷേത്രം. അടിപൊളി ക്ഷേത്രമാണ്, എല്ലാവരും പോയി കാണാം കേട്ടോ. ഇനി ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? നമ്മുടെ കുടുംബശ്രീയാണ് കേട്ടോ. 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? കുടുംബശ്രീയാണ്. ഇനി അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ, 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആരാണ്? ബാലാമണി അമ്മയാണ് കേട്ടോ, ബാലാമണി അമ്മ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ്? ഹൈക്കോടതിയാണെങ്കിൽ അനുച്ഛേദം 226 ആണ്. ഈ സുപ്രീം കോടതിയാണ് ചോദിച്ചെങ്കിൽ അത് അനുച്ഛേദം 32 ആണ് കേട്ടോ. അനുച്ഛേദം 40 എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അതേപോലെ അനുച്ഛേദം 51A എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുൻപിൽ സമത്വം നൽകുന്നത്? അപ്പോൾ നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്നത് ഏത് അനുച്ഛേദമാണ്? ആർട്ടിക്കിൾ 14 ആണ് കേട്ടോ. ഇനി അനുച്ഛേദം 24 എന്ന് പറയുന്നത് ബാലവേലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അനുച്ഛേദം 17 ഐത്തത്തിനെതിരായിട്ടുള്ള അനുച്ഛേദമാണ്. ഇനി അനുച്ഛേദം 22 എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അടുത്തത്, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? അപ്പോൾ മൊത്തം 4 റിട്ടുകളുണ്ട് അല്ലേ? പ്രൊഹിബിഷൻ, സെഷ്യൂററി, മൻഡാമസ്, അതുപോലെ ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് മൻഡാമസ് ആണ്. ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് എന്താണ്? താഴ്ന്ന കോടതികളെ പരിധി ലംഘിക്കുന്നതിൽ നിന്നും തടയാനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അതുപോലെ സെർഷ്യൂററി എന്ന് പറയുന്ന റിട്ട് താഴ്ന്ന കോടതികളിലെ ഫയലുകൾ പരിശോധിക്കാനുള്ള റിട്ടാണ് സെർഷ്യൂററി. ഇനി ഹേബിയസ് കോർപ്പസ് എന്താണ്? നമ്മുടെ ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. ഏത് കമ്മിറ്റിയാണ്? സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ, സ്വരൻ സിംഗ് കമ്മിറ്റി. അപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അപ്പോൾ അഗൈൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഏതാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദം 51A ആണ് കേട്ടോ. 51A സ്വരൻ സിംഗ് കമ്മിറ്റി പ്രകാരം 1976 42ാം ഭേദഗതി പ്രകാരമാണ് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 11 എണ്ണമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10 തീയതിയാണ് കേട്ടോ. ഡിസംബർ 10 1948 ഡിസംബർ 10 തീയതിയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. അപ്പോൾ ഡിസംബർ 10. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ശ്രീമതി വിജയ് ഭാരതി സയാനി. അടുത്തത്, ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? അപ്പോൾ പതാക അംഗീകരിക്കുന്നത് 1947 ജൂലൈ 22 തീയതിയാണ്. ഇനി ജനഗണമനയും വന്ദേമാതരം ചോദിക്കുകയാണെങ്കിൽ, ദേശീയ ഗാനവും ദേശീയ ഗീതവും ചോദിക്കുകയാണെങ്കിൽ 1950 ജാനുവരി 24 തീയതിയാണ് കേട്ടോ. ഇനി ദേശീയ മുദ്ര ചോദിക്കുകയാണെങ്കിൽ പറയാം 1950 ജാനുവരി 26 തീയതിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ദേശീയ ഗീതം വന്ദേമാതരം. അതാരാണ് രചിക്കുന്നത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിക്കുന്നത്. ഇനി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? എന്താണ് സർവകലാശാല? വിശ്വഭാരതി സർവകലാശാല. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിക്കുകയാണെങ്കിൽ അത് ഏത് ദേശീയോദ്യാനമാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഈ ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വരുന്നത് 1978 കേട്ടോ. ഓക്കെ, ഇനി കേരളത്തിൽ ഏറ്റവും വലിയ കായൽ ഏതാണ്? അത് വേമ്പനാട്ട് കായലാണ്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ഈ 3 ജില്ലകളിലും വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. രണ്ടാമത്തെ കായൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാസ്താംകോട്ട കായലാണ് കേട്ടോ. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത നമ്മുടെ സ്വന്തം PT ഉഷ ചേച്ചിയാണ്. അല്ലെ, PT ഉഷ. അത് 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് അവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് കേട്ടോ. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി നിലവിൽ വരുന്നത് 1940 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നീലവിപ്ലവം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നീലവിപ്ലവം മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നീലവിപ്ലവം. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹം നേരത്തെയും ചോദിച്ചു. എന്നായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം? 1931 നവംബർ 1 തീയതിയാണ് കേട്ടോ. അതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് AK ഗോപാലനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം എന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം അതേതാണ്? അത് കുമ്പളങ്ങിയാണ് കേട്ടോ. കുമ്പളങ്ങി മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എന്ന് പറയുന്നത് കുമ്പളങ്ങിയാണ്. 2003 മത്സ്യബന്ധന ഗ്രാമമായിട്ട് തന്നെ പ്രഖ്യാപിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക കാലത്തെ അത്ഭുതം മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന ഡേറ്റ് ഒക്കെ പഠിച്ചു വെക്കുക. 1936 നവംബർ 12-ാം തീയതിയാണ് കേട്ടോ. തിരുവിതാംകൂർ മഹാരാജാവായിട്ടുള്ള അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിട്ടുള്ള ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ആ വിളംബരം പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ് കേട്ടോ. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. അടുത്തത് 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ഏതാണ്? ഈ 54ാമത്തെ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് 2024 അത് ലഭിച്ചത് നമ്മുടെ ബോളിവുഡ് ആക്ടർ ആയിട്ടുള്ള ആർക്കാണ്? മിഥുൻ ചക്രവർത്തിക്കാണ് ലഭിക്കുന്നത്. മിഥുൻ ചക്രവർത്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം, ഈ സംഘടിത കലാപം ഒരുപാട് തവണ ചോദിക്കുന്നതാണ്. ഏതാണ്? നമ്മുടെ ആറ്റിങ്ങൽ കലാപമാണ്. 1721 കേട്ടോ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെ, ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലാണ് ജനിക്കുന്നത്. തെറ്റാണ്. ചാവറേച്ചനാണ് അവിടെ ജനിക്കുന്നത്. അപ്പോൾ തെറ്റാണത്. അടുത്തത്, കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ജ്ഞാന പീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മാനാനം പ്രസിൽ നിന്നും അടിച്ചിറക്കി. അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, അയിത്ത ജാതിക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. 2ഉം 4ഉം ശരിയാണ്, 1ഉം 2ഉം തെറ്റാണ് കേട്ടോ. ഇനി ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഏതാണ്? രണ്ടാമത്തെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് INS അരിഗാത്ത് ആണ്. INS അരിഗാത്ത്. അപ്പോൾ ആദ്യത്തേത് അറിഞ്ഞിരിക്കുക. ആദ്യത്തേത് INS അരിഹന്ത് ആണ്. അരിഹന്ത്. രണ്ടാമത്തേത് INS അരിഗാത്ത്. ഇനി മൂന്നാമത്തേതും ചോദിച്ചിട്ടുണ്ട്. INS അരിതമനാണ് കേട്ടോ. INS അരിതമൻ. ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഇനി VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കുമാരഗുരുദേവൻ ആത്മവിദ്യാ സംഘം തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ പണ്ഡിറ്റ് KP കറുപ്പൻ അരേ സമാജം. അപ്പോൾ 2ഉം 4ഉം ശരിയാണ് കേട്ടോ. അപ്പോൾ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ബി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനും വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ? അത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുന്നത് 1888 കേട്ടോ. ഓക്കെ. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പ് കുറുക്കൽ സമരം നടന്ന സ്ഥലം അത് എവിടെയാണ്? പയ്യന്നൂർ തന്നെയാണ്. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടുന്ന ആദ്യ താരമാണ് ആര്? മനു ബാക്കർ എന്ന് പറയുന്നത്. മനു ബാക്കർ. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. സവർണ്ണ ജാതിയൊക്കെ നയിച്ച മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി എന്ന് അറിയപ്പെടുന്നത്.